ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഈ മാസം അവസാനത്തോടെ തീരുമാനമുണ്ടായേക്കും. 26-ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഏകദേശ ധാരണയായി. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരവും വയനാടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് UDF-ന് വേണ്ടി ശശി തരൂരും BJP-ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. PK വാസുദേവൻ നായരുടെ മരണത്തിന് ശേഷം 2005-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചതിന് ശേഷം പിന്നീട് ഇതുവരെ ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് വിജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. ബാലികേറാമലയായ തിരുവനന്തപുരത്ത് ഇത്തവണ പന്ന്യൻ രവീന്ദ്രനെ ഇറക്കാനാണ് ആലോചന. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് പന്ന്യൻ. പക്ഷേ പാർട്ടിക്ക് മുന്നിൽ മറ്റു പേരുകളില്ല. മാവേലിക്കര മണ്ഡലത്തിൽ AIYF നേതാവ് CA അരുൺകുമാർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലം കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ പരന്നു കിടക്കുകയാണ്. ഈ 3 ജില്ലകളിലെയും ജില്ലാ നേതൃത്വത്തിനും അരുണിനോട് എതിർപ്പില്ല. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടമായിരിക്കും തൃശൂർ. കോൺഗ്രസിന് വേണ്ടി TN പ്രതാപനും BJP-ക്ക് വേണ്ടി സുരേഷ് ഗോപിയും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. സീറ്റ് തിരികെ പിടിക്കാൻ ജനകീയ മുഖമായ VS സുനിൽകുമാറായിരിക്കും സ്ഥാനാർത്ഥി കുപ്പായം ഇടുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ ശ്രദ്ധയിലെത്തിയ വയനാട്ടിൽ ആനി രാജയെ ഇറക്കാനാണ് ആലോചന. ജില്ലാ കൗൺസിൽ തയ്യാറാക്കുന്ന പേരുകൾ 26-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.